എഴുന്നേറ്റ് മക്കളെ എഴുന്നേറ്റേ. ഓ തങ്കം, തങ്കം, ഞാൻ വെച്ചിരുന്ന എന്റെ പ്രസിഡന്റ് തൊപ്പിയുടെ എന്താ പ്രസിഡന്റിന്റെ തൊപ്പി എന്ത് ചെയ്തെന്ന് ഇവിടെ ഞാൻ വെച്ചിരുന്നേ. എന്ത് ചെയ്ത് അതെവിടെ? ഞാൻ ഇന്നലെ രാത്രി ഇവിടെ വെച്ചിട്ട് പോയില്ല. ആ തൊപ്പി എവിടെയെന്ന് കളർ ചെയ്തിട്ട് ബാക്കി ചെയ്യാനുള്ളത് എവിടെ? അതല്ല ഞാൻ ഇന്നലെ വെച്ചോണ്ട് കിടന്നത്. തമാശ കളിക്കരുത്, തമാശ കളിക്കരുത്. അതെവിടെയാടി? എനിക്കറിയാമോ എന്നോട് ചോദിച്ചാ? നിനക്കറിയാമെന്ന് പറഞ്ഞു. ഞാൻ ഇന്നലെ കിടക്കുമ്പോ ഇവിടെ വെച്ചിട്ടല്ലേ കിടന്നത്. ആ തക്കളിമോക്ക് നാടോടി നൃത്ത മത്സരം ഇടുന്ന് പറയണ്ടേ? തമാശ കളിക്കരുത്. സാധനം എടുത്തേക്കോട്ട് എവിടെ വെച്ചത് പറഞ്ഞ ഞാനിവിടെ എടുത്ത് വെക്കാൻ എനിക്ക് എന്തിനാ പൊട്ടത്തൊപ്പി? കളിക്കരുത് നീ. എനിക്കത് ബാക്കിയുടെ അത് പണി ചെയ്ത് തീർക്കാനുണ്ട് കേട്ടോ. തീർത്തോ? ഞാൻ ഇന്നലെ കിടക്കുമ്പോ ഇവിടെ വെച്ചിട്ടാണ് കിടന്നത്. ഇന്നലെ ബോധം ഉണ്ടായില്ല, എവിടെയെങ്കിലും എടുത്ത് വെച്ചിട്ടുണ്ടാവും. നോക്കി എനിക്ക് പറഞ്ഞ കൂടിപ്പോ കളിക്കല്ലേ നീ കേട്ടാ. കളിക്കണ്ട. ഞാൻ എടുത്തിട്ടില്ലെന്ന് നിങ്ങൾ എന്തേ പറയണേ? അങ്ങനെ അങ്ങ് എടുത്തു വെച്ച് നീ എന്നെ അങ്ങ് പറ്റിക്കാൻ വിചാരിച്ചല്ലേടി? എനിക്ക് അതിന്റെ പന്നല്ലേ. പിന്നെ അവള് കളിക്കണ നീ ഒളിച്ചു വെച്ചാ ഞാൻ അങ്ങ് ഇതായി പോകുന്നു വിചാരിച്ചു. എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല. ഒളിച്ചു നോക്കണ്ട. എനിക്കിത് അതിന്റേതായ മഹത്വം ഞാൻ ഇതിന് കാണുന്നുണ്ട് കേട്ടോ. അതിനല്ലേ എന്ത് രസം കാണാൻ. എന്താണ് നീ വിചാരിച്ചേ? ഞാൻ എന്ത് കഷ്ടപ്പെട്ടുണ്ടാക്കിയെന്നറിയാമോ? നിനക്കെന്താ തമാശയാണോ? തല്ലിയത് കാര്യമുണ്ടേ. ഞാൻ മീറ്റിങ്ങിന് പോയിരിക്കാനില്ലേ നീ കാണിച്ചു വെച്ചാ? പോവണ്ട. ഇനി എന്തെങ്കിലും നിങ്ങൾ ഇനി എന്നെ തല്ലുവോ? കളിക്കുന്നതാണി നീ കാണിച്ചു തരാന്ന് പറഞ്ഞപ്പോഴും എനിക്ക് തോന്നിയിട്ട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നു. പാർട്ടി എന്റെ പാർട്ടിയെ കുറിച്ച് വല്ലതും പറഞ്ഞോണ്ടല്ലോ ഞാൻ. കഷ്ടപ്പെട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചതായത് ഇങ്ങനെ ആക്കി വെച്ചപ്പോ സമാധാനമായിട്ട് നിനക്ക് അവളെ സ്കൂളിലോ മീറ്റിങ്ങിന് വേണമെങ്കിൽ നീ പോണം. അതിന് ഈ ദിവസം കാണിക്കണോടി. എനിക്കൊന്നും കേൾക്കണ്ട. ഓ പിന്നെ ഇല്ലെങ്കിൽ വേണ്ടടി, നീ പൊക്കോ. ഏതാണ്ട് എടുത്തുന്ന അയാൾ എനിക്ക് ജീവനാണ്, എനിക്ക് ദൈവമാണ് അയാള്. ഞാൻ പൊക്കോളാം. അവള് കളിച്ച് കൊച്ചിന്റെ കാര്യത്തിന് നീ പോയാൽ എന്താ കുഴപ്പം? പക്ഷെ എനിക്കിത് അതിനെക്കാളും വലുതാണ്. നീ തന്നെ ചെയ്യും. ഇന്നലെ രാത്രി നീ പറഞ്ഞത് ഞാൻ കേട്ട് കാണിച്ചു തരാം. ആ ഉവ്വ, നീ അഭിനയിക്കല്ലേ നീ കാണിച്ചു വെച്ചിട്ട്. ഞാൻ നാളെ മീറ്റിങ്ങിൽ ഞാൻ എന്ത് കുന്തം ഉണ്ടാക്കി വെക്കും. എല്ലാവരുടെ അടുത്ത് വെല്ലുവിളിച്ചിട്ട് വന്നതാ. നിന്റെ മെഷീനോടാണ് ഞാനത് ദൂരെ അറിയും. അതാണ് ഞാൻ ചെയ്യേണ്ടത്. പക്ഷെ അത് ഞാൻ ചെയ്യണില്ല. ആ ഈ കാണിച്ചു കൂട്ടിയേന് കളിക്കുന്ന അവള് എല്ലാം ഞാൻ തമാശയായിട്ട് എടുത്തെടുത്തപ്പോ അവള് പിന്നെ മനുഷ്യനെ പരീക്ഷിക്കണൊരു പരിധിയില്ലേ? എല്ലാവർക്കും തല്ലാൻ വേണ്ടിട്ട് എന്നെ ഉണ്ടാക്കിയിട്ടല്ലേ ഇവിടെ. പോയി പറഞ്ഞേക്ക്. ഇനി തിന്നാനും കുടിക്കാൻ എന്റെ അടുത്തോട്ട് വന്നിട്ടുണ്ടെങ്കിൽ ചൂടുവെള്ളം കോരി ഒഴിക്കും ഞാൻ മുഖത്തോട്ട്. നിന്നോടും കൂടെ പറഞ്ഞേ. ഒന്നിനും നോക്കണില്ല ഞാൻ. കടയിൽ നിന്ന് മേടിച്ചിട്ട് വരാൻ പറയടി.
എന്തെടുത്ത് വിഴുങ്ങാനിരിക്കണ? തക്കളി മാറി നിൽക്കും, അമ്മയ്ക്ക് ദേഷ്യം വന്നിരിക്കുവാണ്. എന്തിനു നിന്നേക്ക് നോക്കണ ഞാൻ? നീ ഇതിന് തന്നേരെ പോലെയാവും. ഞാൻ സ്നേഹിക്കണത് നോക്കണതൊക്കെ വെറുതെ എനിക്ക്. നോക്കിക്കഴിഞ്ഞ ദിവസം ഞാൻ പോയി ചാവും. എന്തിനാ അമ്മ അടിക്കണേ? പാവം, അമ്മയ്ക്ക് നല്ല വേദന വെച്ചു. ഓ അമ്മ പാവമാണെങ്കിൽ നീ ഒരു കാര്യം ചെയ്യ്, ഒരു തിരിയും കത്തിച്ച് വെച്ച് പൂജിക്കടി. ഒരു സോറി പറ ഡാഡി. മക്കളെ പോന്നേ. ചുമ്മാ എന്തിനാ ഡാഡി വരക്കൊണ്ടാക്കണേ? അമ്മ എന്ത് ചെയ്തു? അമ്മ എന്ത് ചെയ്തു? അമ്മ ഒന്നും ചെയ്തില്ല, നമുക്ക് പ്രാന്താണ്. അതുകൊണ്ടല്ലേ ഈ കാണിച്ചു വെച്ചേക്കാൻ കണ്ടില്ലേ നീ? മനുഷ്യരൂപം എടുത്ത സാത്താനാ സാത്താൻ. നീ പോ മക്കളെ, കളിക്കാതെ. എന്നെ ഇപ്പൊ വാങ്ങി കേടാ. ഒരു അമ്മയെ സ്നേഹിക്കും, അമ്മയ്ക്കണവള് മേരം. എന്തിനാ നിന്റെ തന്ത? നീ എന്തിനാ കരയണേ? നിന്റെ കണ്ണീരൊന്നും കാണാൻ ഇവിടെ ആരുമില്ല. എന്റെ ഒരു പാർട്ടിക്കാരൻ, അത് വീട്ടിൽ തന്നമാർക്ക് മക്കളോടും ഭാര്യനോടും സ്നേഹം വേണം. അതെങ്ങനെയാ? അങ്ങോട്ട് പാർട്ടി പാർട്ടിയല്ലേ ഉള്ളൂ. കരയണവള് എഴുതി വെക്കടി. പോയി ട്യൂഷനോ അവനവന്റെ കാര്യം അവനോ നോക്കിക്കോളണം. എനിക്ക് പറ്റില്ല നിന്നെ തന്തേനെ നോക്കാൻ. ഉടുപ്പെടുത്തിട്ട് പോ. നിങ്ങളൊന്നവിടെ നിന്നേ. എനിക്കൊരു കാര്യം തീരുമാനിക്കണം. നിനക്ക് നിന്റെ ഇഷ്ടം പോലെ തീരുമാനിക്കാലോ, എന്നോട് ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. എനിക്കിനി നിങ്ങളുടെ കൂടെ ജീവിക്കാൻ പറ്റില്ല. ആ സന്തോഷം. അത് ഞാൻ അങ്ങോട്ട് പറയാതിരിക്കായിരുന്നു. എനിക്ക് ഒട്ടും താല്പര്യമില്ലടി. നമുക്ക് പിരിയാം. എന്താ താമസം? നീ ആയിക്കോ. നിങ്ങൾ എന്തിനാ എന്നെ അടിച്ചത്? അടിച്ചത് നിന്റെ കൊല്ലാണ് വേണ്ടത്. പിന്നെ അല്ലേലും നീ ഭർത്താവിന് വിലയില്ലാത്ത നിന്നെയൊക്കെ കൂടെ എന്തിനാ ജീവിക്കണത്? ഓ പിന്നെ നീ നോക്കി ഭയങ്കര നോക്കലാണ്. എടി നിന്റെ താളത്തിനൊത്ത് ഞാൻ ഇത്രയും നാൾ അഡ്ജസ്റ്റ് ചെയ്ത് പോയോണ്ടാണ് ഇത്രയും നാൾ സമാധാനമായിട്ട് പോയത്. അറിയാമോ നിനക്ക്? പിന്നെ നീ ആ കണക്ക് പറഞ്ഞോ. നീ അതായിട്ട് കുറയ്ക്കണ്ട. തിന്നാനും കുടിക്കാനും കുടിക്കാനാണെങ്കിലും ഞാൻ ആൺതുണയായിട്ട് നിനക്കൂടെ ഉണ്ടായിട്ടുണ്ട്. എനിക്ക് തുണ വേണ്ട. വേണ്ടെങ്കിൽ പോടി. എനിക്ക് ഉടനെ തന്നെ വക്കീലിനെ കാണണം. എനിക്ക് പോയി കാണു. നീ നിന്റെ ആങ്ങളെ വിളിച്ചോണ്ട് പോയി കാണ്. എന്തിനു കുറയ്ക്കണ? നീ അവനും കുറെ നാളായിട്ട് നോക്കിയിരിക്കാണ് നിന്നെ കൊണ്ട് വേറെ ആരെങ്കിലും കെട്ടിക്കാനായിട്ട്. പേടിപ്പിക്കണവള്. എനിക്ക് ആരെയും പേടിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ ബന്ധമൊക്കെ തീർക്കാം. കൊച്ചിനെ ആ കാര്യത്തില് തീരുമാനമൊന്നും എടുക്കാൻ നിൽക്കണ്ട. കൊച്ചിനെ ഞാൻ കൊണ്ടുപോകും. ആണോ? എന്താണ് എന്തോടി? എന്താ ഡാഡി തല്ലിയാ? പിന്നെ അമ്മ തല്ലിയാ? തല്ലിയാ? കരയണ്ട. എന്തിനാ കരയണ പറ. എന്താ പറ? കരയണ മാമോട്. എന്തിനാ കാര്യം പറ, മാമോട് പറ. എനിക്ക് അവിടെ നിൽക്കാക്കൂല. Alien versus Alien.